ഉണ്ടാക്കാം. എന്നാ ജിണ്ടാക്ക്. ജിണ്ടാക്ക് ജിണ്ടാക്കിക്കോ. എടാ ജിണ്ടാക്കിക്കൊന്നാ. അച്ഛാ 1 മാസം കൊണ്ട് ഞാൻ വണ്ടി എടുക്കും. നിങ്ങൾ വേണ്ട, നിങ്ങൾ വെറുതെ എനക്ക് ചീത്തപ്പേര് ഉണ്ടാക്കാൻ വേണ്ടി വന്നേ കാര്യം. നിങ്ങൾ എനിക്ക് ചീത്തപ്പേര് ഉണ്ടാക്കുന്നുണ്ട് അച്ഛാ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ഫ്ലാഷ് ബാക്ക്. ഒറ്റ റൗണ്ട് ഓടിക്കണ്ട. ഒറ്റ റൗണ്ട് ഒന്നും ചെയ്യില്ല. ഒറ്റ റൗണ്ട് വാ പ്ലീസ്. ഒറ്റ റൗണ്ട് ഇടുന്ന. ഒറ്റ റൗണ്ട് പ്ലീസ്. തരൂല. ഇരുന്നോട്ടെ, ഓടിക്കുന്നില്ല. ഒന്ന് പോയടാ കുഞ്ഞോ വേണോ? അച്ഛാ 1 മാസം കൊണ്ട് ഞാൻ വണ്ടി എടുക്കും. നിങ്ങൾ വേണ്ട, നിങ്ങൾ വെറുതെ എനക്ക് ചീത്തപ്പേര് ഉണ്ടാക്കാൻ വേണ്ടി വന്നേ. അതെ അതെ, നിങ്ങൾ തന്നെ അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. കാര്യം നിങ്ങൾ എനിക്ക് ചീത്തപ്പേര് ഉണ്ടാക്കുന്നുണ്ട് അച്ഛാ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അവരവരുടെ സുഹൃത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതുപോലെ മാത്രമാണ് ഞാൻ ഹാൻഡിൽ ചെയ്തത്. എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ പറ്റില്ല. അച്ചായൻ എന്ന് പറയുന്നത് വള്ളി പിടിക്കുന്ന ഒരു ക്യാരക്ടർ. അതിന് അതിന്റെ യഥാർത്ഥ തെറി വിളിക്കണം. തെറി വിളിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആ ഒരു അന്നത്തെ ഒരു അവസരത്തിന് തെറിയല്ല ഞാൻ വിളിച്ചത്. നീ പോടാ മൈരായിരുന്നു. നിന്റെ തന്താ എടാ, ഞാനാണ് നിന്റെ തന്താ. ഞാൻ അവനോട് ആരാ അറിയില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ നിന്റെ അപ്പച്ചനാന്ന് പറഞ്ഞു. ഞാനോ? ഞാൻ തന്നെ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അല്ല ഒന്ന് നിങ്ങൾ അറിയാ വേറെ കാര്യം. എന്റെ അപ്പച്ചൻ അല്ലെന്ന് പറഞ്ഞു. വെറുതെ ഇതാക്കാൻ ചോദിച്ചതാ. എടുത്താൽ മാത്രമേ വേറെ. പക്ഷെ നിങ്ങൾ അങ്ങനെ തന്തക്ക് പറയുന്ന ലെവലിൽ പറയണ്ടായിരുന്നു. നിങ്ങൾ മോശമായിപ്പോയി. തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ പക്ഷെ തിരിച്ച് അതേ ലെവലിൽ തന്നെ തിരിച്ചു നോക്കാം. നിങ്ങളെ സംഭവം നിങ്ങളെ എനിക്ക് അറിയാം. വെറുതെ ഒന്ന് നോക്കാന്ന് വെച്ചിട്ട് ഇതാരാന്നെല്ലാം ചോദിച്ചതാ. അപ്പൊ നിങ്ങൾ തിരിച്ചു ചോദിക്കണം അതേപോലെ, അല്ലാണ്ട് തന്തക്ക് വിളിക്കല്ല വേണ്ട. മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതുമ്പോ കയറി കിടന്ന് തൂങ്ങിയിട്ട് ഗാന്ധിജി ഒന്നും വന്നിക്കണ്ട. നീ ഇതിന് കൂട്ടിക്കൊന്നും ഞാൻ കരുതിയില്ല. ട്രിഗർ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ട്രിഗർ ചെയ്തു. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോ രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ, പൂവും കായും. നീ ഇത്ര മണ്ടനായി പോയല്ലോ. അത് ഞങ്ങൾക്ക് അറിയാം ആരാ മണ്ടനെന്ന്. ആർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നീ. അപ്പൊ നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ ഇടപെടുന്ന പറഞ്ഞാൽ അവിടെ എന്റെ എല്ലോ ഡബ്ല്യൂ നോക്കിയിട്ടൊന്നുമല്ല ഞാൻ ഇടപെടുന്നത്. ഉണ്ടാ ചോറിന് ഒരൽപ്പം നന്ദി കാണിച്ചു പോയി. അത് ഞാൻ റെസിസ്റ്റ് ചെയ്യും. അതിനെ നിങ്ങൾ എന്റെ സ്നേഹം കൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷെ എനക്ക് മോശമായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണം. നിന്ന ചാപ്പാടിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോ അതും ചെയ്യിക്കേണ്ടതാ. അത് മോശമാകാനോ നല്ലതാകാനോ നാട്ടുകാർക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാനോ അല്ല ഞാനിത് ചെയ്യുന്നത്. ഫയാസ് എം ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ. ഇവിടെ ഒരു മാസം അച്ചായ കണ്ടറോളി തന്തക്ക് വിളിച്ചാൽ മാസ് ആണെന്നാണോ വിചാരം? ഒരു മാസം ഒരു മണ്ണാങ്കട്ടി ചിരിക്കല്ലേ, വലിയ തമാശ കേട്ട മാതിരി. ലൈറ്റ്സ് ഗെയിമിങ്ങിനെ അറിയുന്ന നിങ്ങൾക്ക് അങ്ങനെ കാസ്ട്രോനെ അറിയാണ്ടാവുന്നത്. എനിക്ക് അങ്ങനെ കാസ്ട്രോൺ നീ എപ്പോഴെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? അതില്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കാർ വരുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പാടില്ല, മാറിയിരുന്നേക്കാം. അപ്പൊ അതിനകത്ത് 2 പേര് ഇരിപ്പുണ്ട് ആ ഫ്രണ്ടില്. നീ കാസ്ട്രോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കാസ്ട്രോ, എനിക്ക് ആളെ മനസ്സിലായില്ല. അതാണ് ഞാൻ അവിടെ നിന്നിട്ട് കാസ്ട്രോ എന്ന് പറഞ്ഞു. അതിന് അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചിട്ട് പേരെന്താ, എവിടെ വീടെന്ന് ചോദിച്ചു. ഇതൊക്കെ കളിയാക്കിയതാന്ന് പറഞ്ഞു. അതുപോലെ നീ അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനാ ആരണ്ണൻ അണ്ണാ കിട്ടിയാൻ കുത്തും. നമ്മുടെ പാണ്ഡിതുര അണ്ണനില്ലേ, അണ്ണനെ പറ്റിയാണ് തെറി പറഞ്ഞു. എന്നടാ എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു.